മാറുന്ന ആ ഒരു പോളിംഗ് നില അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ആ വോട്ടുകൾ ആർക്കൊപ്പമായിരിക്കും എന്നുള്ള ഒരു ആശങ്ക മുന്നണികൾക്കുണ്ട്, വിമതർക്കുണ്ട്, സ്വതന്ത്രർക്കുണ്ട്. അത്തരത്തിലുള്ള ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ കൂടി അങ്ങനെ കടക്കേണ്ടിയിരിക്കുന്നു. 13-നാണ് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു വിധി അറിയുക. പകുതി ജില്ലകളിൽ, ഇന്നിപ്പോൾ 7 ജില്ലകളിൽ ഈ പോളിംഗ് നടക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് മറ്റ് 7 ജില്ലകളിൽ, വടക്കോട്ടുള്ള ബാക്കി 7 ജില്ലകളിൽ, തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ അങ്ങോട്ട് നടക്കും. അവിടെ ഇന്ന് കൊട്ടിക്കലാശം നടക്കുകയാണ്. ഇപ്പുറത്ത് ഈ തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പോളിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. ശാസ്തമംഗലത്തെ പോളിംഗ് ബൂത്തിൽ നിന്ന് ഡി ബിനോയ് കുറച്ച് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ശാസ്തമംഗലം വാർഡിലെ പോളിംഗ് ബൂത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ വലിയ നിര ഇവിടെ കാണാൻ കഴിയുമായിരുന്നു. മുൻ DGP ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും VIP മേഖല കൂടിയാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത്രയധികം ആളുകളും തന്നെ ഈ പോളിംഗിന് എത്തുന്ന പതിവ് ഇവിടെയില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ അധികം ആളുകളാണ് രാവിലെ മുതൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. 11 മണി കഴിയുമ്പോൾ മുതൽ തന്നെ ഇത്തരത്തിലുള്ള തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇവിടെ എത്തിപ്പോയിരുന്നു. വലിയ തരത്തിലുള്ള തിരക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോർപ്പറേഷനുണ്ട് തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായി വലിയ പോരാട്ടം നടക്കുന്നു. CPM-ന് ഈ കോർപ്പറേഷൻ നിലനിർത്തണം, മാത്രവുമല്ല BJP-ക്ക് കോർപ്പറേഷൻ പിടിച്ചെടുക്കണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലെ ഒരു മത്സരം നടക്കുന്ന തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ബൂത്തുകളിലൊന്നാണ്. ഇത്രയധികം വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. മാത്രവുമല്ല തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ 101 വാർഡുകളാണുള്ളത്. ആ വാർഡുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡ് കൂടിയാണ് ഈ ശാസ്തമംഗലം വാർഡ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ വാർഡിലെ മത്സരത്തെ നോക്കിക്കാണുന്നു. മുൻ DGP ഉൾപ്പെടെയുള്ളവർ ഇവിടെ മത്സരരംഗത്തുണ്ട്. അതുമാത്രവുമല്ല ഈ വലിയ ഒരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദി കൂടി ആയി മാറുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ തന്നെ ഈ വാർഡ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. BJP അവരുടെ ഒരു പ്രസ്റ്റീജ് മത്സരം നടക്കുന്ന വാർഡായിട്ടാണ് ഈ വാർഡിനെ കണക്കാക്കുന്നതും. ഒപ്പം ഈ അവരുടെ മേയർ സ്ഥാനാർത്ഥികൾ ഒരാൾ കൂടിയാണ് ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്, ശ്രീലേഖ. മുൻ DGP ആയതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ഇവിടെ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി 3 മുന്നണികളും തീവ്രമായ ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ പോളിംഗ് തന്നെ തുടരും എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത സവിശേഷത കൂടിയുണ്ട്. രാഷ്ട്രീയമായി പറയുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നു എന്നതിനുപരി തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ശാസ്തമംഗലം വാർഡ്. ശാസ്തമംഗലം വാർഡിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് ഈ വളരെയധികം ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ വളരെ ശ്രദ്ധേയമായ മത്സരം തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 40 വർഷമായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM-ആണ്. അത് ആ ഭരണം നിലനിർത്തണം, അതിന് ആവശ്യമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം 2ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം BJP. അവർക്ക് ഇത്തവണ ഈ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 101 വാർഡുകളിലും അവർ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മത്സരം ആണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിന് ഉപരിയായി ഇനി വരാൻ പോകുന്ന നിയമസഭാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒരു സെമിഫൈനൽ മത്സരം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക, അതിന് വോട്ട് രേഖപ്പെടുത്തുക ഒരു നീക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ആര് പിടിച്ചെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയപരമായി കോൺഗ്രസും BJP-യും അതിനുപരി CPM എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ നൽകി ഈ മത്സരത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ ആര് വിജയിച്ചാലും, അതായത് തലസ്ഥാനം പിടിക്കുന്നവർ സംസ്ഥാനത്തെ ഭരണ സാന്നിധ്യത്തിൽ മുന്നിലെത്തും എന്നുള്ളതാണ് നേരത്തെ തന്നെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിനെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. ഷാൻ JS-നൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.